അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം കടം വാങ്ങുന്നതിനെക്കുറിച്ചും അത് കൊടുക്കാതെ ഒളിച്ച് നടക്കുന്നവരെക്കുറിച്ചുമാണ്. ആവശ്യത്തിനും അത്യാവശ്യത്തിനും അനാവശ്യത്തിനും പണം കടം വാങ്ങുന്നവരാണ് മനുഷ്യർ. പണം കടം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കിയ ഒരു സത്യവിശ്വാസി വളരെ അത്യാവശ്യത്തിന് അതും ആലോചിച്ച് മാത്രമേ കടം വാങ്ങുകയുള്ളൂ. മുഹമ്മദ് ബിനു ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുന്ന് തൻ്റെ തല ആകാശത്തേക്ക് ഉയർത്തുകയും തൻ്റെ കൈ നെറ്റിയിൽ വെച്ച് ഇപ്രകാരം പറയുകയും ചെയ്തു: അള്ളാഹു എത്ര പരിശുദ്ധൻ, എത്ര ഗൗരവമുള്ള കാര്യമാണ് ഈ ഇറക്കപ്പെട്ടത്. മുഹമ്മദ് ബിനു ജഹ്ഷ് റളിയല്ലാഹു അൻഹു പറയുന്നു: ഞങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചില്ല. പിറ്റേന്ന് ഞാൻ ചോദിച്ചു: പ്രവാചകരെ, എന്താണ് താങ്കൾ പറഞ്ഞ ആ കനത്ത താക്കീത്ത്? അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ കൊല്ലപ്പെടുകയും വീണ്ടും ജീവിക്കുകയും വീണ്ടും കൊല്ലപ്പെടുകയും വീണ്ടും ജീവിക്കുകയും വീണ്ടും കൊല്ലപ്പെടുകയും പിന്നീട് അയാൾ കടമുള്ളവനായിരിക്കെ കൊല്ലപ്പെടുകയും ചെയ്താൽ അയാളിൽ നിന്ന് ആ കടം വീട്ടപ്പെടാത്ത അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നസായി 4684 കാണാം. അബ്ദുല്ലാഹിൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: കടം ഒഴിച്ചുള്ള എല്ലാ പാവങ്ങളും രക്തസാക്ഷിക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. കടം ഒഴിച്ചുള്ള എല്ലാ പാവങ്ങളും രക്തസാക്ഷിക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം: ഒരു മയ്യത്ത് തിരുസന്നിധിയിൽ ഹാജരാക്കപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമായിരുന്നു: ഇയാൾ കടമുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് നമസ്കരിക്കും. അപ്രകാരം അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയും: നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നമസ്കരിച്ചു കൊള്ളുക. രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ അള്ളാഹു വിജയം പ്രദാനം ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു: ഓരോ വിശ്വാസിക്കും ഉറ്റ ബന്ധു ഞാനാകുന്നു. മുഴുവൻ കടം ബാക്കി വെച്ചാൽ അത് വീട്ടേണ്ടത് തൻ്റെ ബാധ്യതയാകുന്നു. ഒരുവൻ ദായധനം അവശേഷിച്ചാൽ അത് അവൻ്റെ പിൻഗാമികൾക്കുള്ളതാകുന്നു. ബുഖാരി ഹദീസിൽ കാണാം. ആരെങ്കിലും എന്തെങ്കിലും കടബാധ്യതയാക്കി മരണപ്പെടുകയും ശേഷം ആരും അത് വീട്ടിയില്ല എങ്കിൽ നാളെ പരലോകത്ത് അവൻ്റെ നന്മകളിൽ നിന്ന് അത് കൊടുത്ത് വീട്ടപ്പെടേണ്ടതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ആരെങ്കിലും വല്ല ദീനാറോ ദിർഹമോ ബാധ്യതയാക്കി മരണപ്പെട്ടാൽ ശേഷം ആരും അത് വീട്ടിയില്ല എങ്കിൽ അവൻ്റെ നന്മകളിൽ നിന്നും അത് വീട്ടപ്പെടുന്നതാണ്. കാരണം അവിടെ പരലോകത്ത് ദീനാറോ ദിർഹമോ പരിഗണിക്കുകയില്ല. ഇബ്നു മാജ 15/2507 കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി അള്ളാഹുവിനോട് കടബാധ്യതയിൽ നിന്ന് കാവലിനെ ചോദിച്ചിരുന്നു. ഒരു ഹദീസ് കാണുക. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ട്: അള്ളാഹുവേ, പാവത്തെ തൊട്ടും കടത്തെ തൊട്ടും ഞാൻ രക്ഷ തേടുന്നു. ഒരാൾ ചോദിച്ചു: പ്രവാചകരെ, താങ്കൾ കടത്തിൽ നിന്ന് രക്ഷ തേടുന്നതിനെ വർദ്ധിപ്പിക്കുന്നുവല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഒരാൾ കടബാധിതനായാൽ കൂടുതൽ സംസാരിക്കും, കളവ് പറയും, വാഗ്ദാനം ചെയ്ത് അത് ലംഘിക്കും. ബുഖാരി ഹദീസ് 2397 കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു: അള്ളാഹുവേ, മനോവേദനയിൽ നിന്നും ദുഃഖത്തിൽ നിന്നും അശക്തിയിൽ നിന്നും അലസതയിൽ നിന്നും ലുബ്ധതയിൽ നിന്നും കടം അധികരിക്കുന്നതിൽ നിന്നും മനുഷ്യരുടെ ബലപ്രയോഗത്തിൽ നിന്നും തീർച്ചയായും ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. തിർമുദി ഹദീസ് 3484 കാണാം. കടമില്ലാതിരിക്കാൻ സൗഭാഗ്യമാണെന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ആരെങ്കിലും അഹങ്കാരത്തിൽ നിന്നും വഞ്ചനയിൽ നിന്നും കടത്തിൽ നിന്നും ഒഴിവായിരിക്കെ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇസ്ലാം എത്ര ഗൗരവത്തിൽ കൈകാര്യം ചെയ്ത വിഷയമാണ് കടം എന്നത്. മുസ്ലിം സമൂഹത്തിലെ ബഹുഭൂരിപക്ഷവും ഉൾക്കൊണ്ടിട്ടില്ലാത്തെന്നുള്ളത് സത്യമാണ്. എല്ലാ പാപങ്ങളും പുറത്തു കിട്ടുന്ന രക്തസാക്ഷിക്ക് വരെ കടം പൊറുക്കപ്പെടില്ലെന്നതും കടബാധ്യതയുള്ള വ്യക്തിയുടെ മയ്യത്ത് നമസ്കാരത്തിൽ നിന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുനിന്നതും കടത്തിൻ്റെ ഗൗരവമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കടബാധ്യത എന്ന ഭാരമേറിയ അവസ്ഥയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് നിരന്തരം കാവലിനെ ചോദിച്ചിരുന്നതും കടത്തിൻ്റെ ഗൗരവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഐഹിക ജീവിതത്തിൽ നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. അഥവാ ഈ ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. ചില ആളുകളെ അള്ളാഹു സമ്പത്ത് നൽകി പരീക്ഷിക്കുന്നു, മറ്റു ചിലരെ സമ്പത്ത് നൽകാതെ പരീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് അത്യാവശ്യമായി പണം ആവശ്യമായി വരികയും അത് മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങുകയും ചെയ്യേണ്ടി വരും. പണം കടം വാങ്ങുകയാണെന്നുള്ളത് അള്ളാഹു അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു സത്യവിശ്വാസി അത്യാവശ്യത്തിന് അത് കൊടുത്തും വീട്ടണമെന്ന്
വീട്ടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമേ പണം കടം വാങ്ങാൻ പാടുള്ളൂ. അത്യാവശ്യത്തിനും നിർബന്ധ സാഹചര്യത്തിലും മാത്രം കടം വാങ്ങുന്നതിന് പകരം അനാവശ്യങ്ങൾക്കും വിനോദങ്ങൾക്കും അലങ്കാരങ്ങൾക്കും ആഡംബരത്തിനും തുടങ്ങി ഏതാവശ്യത്തിനും കടം വാങ്ങുന്നവരുണ്ട്. തോന്നുമ്പോഴെല്ലാം കടം വാങ്ങി എപ്പോഴെങ്കിലും തിരിച്ചു കൊടുക്കാം എന്ന് വിചാരിക്കുന്നവർ പലരിൽ നിന്നും മാറി മാറി കടം വാങ്ങി അവരിൽ നിന്ന് എത്ര വാങ്ങിയിട്ടുണ്ടെന്നറിയുക പോലും ചെയ്യാത്തവർ, തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നതിലേറെ ഭീമമായ സംഖ്യ വാങ്ങുകയോ തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടും അനാവശ്യമായി നീട്ടിവെക്കുകയും ചെയ്യുന്നവർ. ഇതെല്ലാം ഇസ്ലാമിക അധ്യാപനങ്ങൾ വിരുദ്ധം തന്നെ. ദുർവിനിയോഗത്തിന് വേണ്ടി കടം വാങ്ങുന്നവൻ്റെ അവസ്ഥ നാശത്തിലായിരിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിക്കൊടുത്തു, വീട്ടണമെന്നുദ്ദേശിച്ച് കൊണ്ട് ജനങ്ങളോട് വല്ലവനും ധനം കടം വാങ്ങിയാൽ അവന് വേണ്ടി അള്ളാഹു അത് കൊടുത്തു വീട്ടും. അതിനെ തിരിച്ചു കൊടുക്കണമെന്ന ഉദ്ദേശമില്ലാതെ വല്ലവനും കടം വാങ്ങിയാൽ അള്ളാഹു അവനെ നശിപ്പിച്ചു കളയും. ബുഖാരി ഹദീസ് 2387 കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുർവിനിയോഗത്തിന് ഏതൊരുവൻ കടം വാങ്ങുന്നുവോ അവനെ അള്ളാഹു നാശത്തിലേക്ക് ആനയിക്കും. ഇബ്നു മാജ. പണം കടം വാങ്ങുമ്പോൾ തന്നെ അത് എത്രയും വേഗം കൊടുത്തു വീട്ടാനുള്ള നിയ്യത്ത് ഉണ്ടായിരിക്കേണ്ടതും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. കടം വാങ്ങിയാൽ അതിൻ്റെ അവധി എത്തുമ്പോൾ കൃത്യമായി തിരിച്ചു കൊടുക്കണം. അതിൽ യാതൊരു വീഴ്ചയും വരുത്താൻ പാടില്ല. കടം വീട്ടാൻ കഴിവുണ്ടായിട്ടും അത് വീട്ടാതിരിക്കുന്നത് ആക്രമമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഴിവുള്ളവൻ കടം വീട്ടുവാൻ താമസിപ്പിക്കുന്നത് ആക്രമമാണ്. മുഗീറത്ത് ബിൻ ശുഅ്ബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാപിതാക്കളെ ദ്രോഹിക്കലും പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചുമൂടലും ഇങ്ങോട്ട് വാങ്ങുക അങ്ങോട്ട് കൊടുക്കാതിരിക്കുക എന്ന മനസ്ഥിതിയും അള്ളാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. പറഞ്ഞതും കേട്ടതുമൊക്കെ പറയലും അധികമായി ചോദ്യങ്ങളും ധനം പാഴാക്കലും നിങ്ങൾ ചെയ്യുന്നത് വെറുക്കുകയും ചെയ്തിരിക്കുന്നു. ബുഖാരി ഹദീസിൽ കാണാം. കടം തിരിച്ചു കൊടുക്കേണ്ട അവധി എത്തിക്കഴിഞ്ഞിട്ടും തിരിച്ചു കൊടുത്തില്ലെങ്കിൽ കടം നൽകിയവനെ അത് തിരികെ ചോദിക്കാൻ അവകാശമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് തൻ്റെ കടം വീട്ടാൻ ആവശ്യപ്പെട്ട് വന്നു. അയാൾ വളരെ പുരുഷമായി സംസാരിച്ചു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾക്ക് മനപ്രയാസമുണ്ടാക്കി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ അയാളെ വിട്ടേക്കുക, അവകാശിക്ക് സംസാരിക്കാൻ അധികാരമുണ്ട്. ബുഖാരി ഹദീസ് 2306. കടം വാങ്ങിയാൽ അതിൻ്റെ അവധി എത്തുമ്പോൾ കൊടുക്കാൻ കഴിവുണ്ടായിട്ടും അത് കൊടുക്കാതിരുന്നാൽ ജനങ്ങളെ അറിയിക്കുന്നതിലും അവനെ ശിക്ഷിക്കാൻ വേണ്ടി അധികാരികളോട് ആവശ്യപ്പെടാനും കടം നൽകിയ ആൾക്ക് അവകാശമുണ്ട്. ഇത് വിലപ്പെട്ട അഭിമാനക്ഷതം വരുത്തലിൽ പെടില്ല. മറ്റുള്ള ആളുകൾ അവൻ്റെ തിന്മയിൽ അകപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് അത്. അംർ ഇബ്നു ശരീദ് തൻ്റെ പിതാവിൽ നിന്നും ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പണമുണ്ടായിട്ടും കടം തിരിച്ചു നൽകാത്തവൻ്റെ അഭിമാനത്തിന് ഭംഗം വരുത്തലും അവൻ്റെ ശിക്ഷിക്കലും അനുവദിക്കപ്പെട്ടതാണ്. അബൂ ദാവൂദ്, നസായി, സ്വഹീ തർഗീബ് വത്തർഹീബ് 1815 കാണാം. ഒരു സത്യവിശ്വാസിയായ കടക്കാരനെ സംബന്ധിച്ചിടത്തോളം അവധി എത്തിക്കഴിഞ്ഞിട്ടും കടം തന്നെ ആൾക്ക് ചോദിച്ചു വരുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത്. അവധി എത്തിക്കഴിഞ്ഞിട്ടും കടം വീട്ടാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ കാലാവധി നീട്ടി ലഭിക്കുവാൻ വേണ്ടി കടം തന്നയാളോട് അപേക്ഷിക്കുകയാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം അവൻ കളവ് പറയാൻ നിർബന്ധിതനാകും. കടം തന്ന ആൾ നമ്മെ തേടി വരുമ്പോൾ എന്തെങ്കിലും കള്ളം പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ വീട്ടുകാരെ കൊണ്ടും എന്തെങ്കിലും കള്ളം പറയിപ്പിച്ചുകൊണ്ടും കഴിവ് പറയേണ്ടി വരും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തിൽ തമാശയ്ക്ക് പോലും കളവ് പറയാൻ പാടില്ല. ഇത്തരം ഘട്ടത്തിൽ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കടം വാങ്ങിയതിനേക്കാൾ ഏറ്റവും നല്ല രൂപത്തിൽ തിരിച്ചു കൊടുക്കുക എന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ, നമുക്ക് ആവശ്യമുള്ള ഒരു വസ്തു നമ്മുടെ അയൽവാസിയോട് സുഹൃത്തിൽ നിന്നോ നമ്മൾ കടം വാങ്ങുന്ന സമയത്ത് നമുക്ക് ലഭിച്ച വസ്തുവിലോ സാധനത്തിലോ ചെറിയ രൂപത്തിലോ കുറവുകൾ ഉണ്ടായിരുന്നു എന്ന് കരുതുക. എന്നാൽ പിന്നീട് കടം വീട്ടുന്ന സമയത്ത് തിരിച്ചു നൽകേണ്ട അവധി എത്തിയാൽ നമുക്ക് ലഭിച്ചതുപോലെ ന്യൂനതകളും ഒന്നും ഇല്ലാത്ത നല്ല വസ്തുവോ സാധനമോ തിരിച്ചു നൽകുക. ഇതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതോടെ ഒരാൾ നമുക്ക് അത്യാവശ്യത്തിന് പണം കടം തന്ന് സഹായിക്കുമ്പോൾ അത് തിരികെ കൊടുക്കുന്ന സന്ദർഭത്തിൽ അതിൽ നിന്ന് കുറച്ചു കൂടുതൽ കൊടുക്കുന്നതും നല്ലതാണ്. എന്നാൽ കടം കൊടുത്ത ആൾക്ക് അത് പ്രതീക്ഷിച്ചുകൊണ്ട് കടം കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, ദുഹാ സമയത്ത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ സമയത്ത് പള്ളിയിലിരിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 2 റക്അത്ത് നമസ്കരിക്കൂ. അവിടുന്ന് എനിക്ക് കടം തിരിച്ചു തരാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തിരിച്ചു തന്നു, കുറച്ച് കൂടുതലും തന്നു. ബുഖാരി ഹദീസ് 2394. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് തൻ്റെ കടം വീട്ടാൻ ആവശ്യപ്പെട്ടു വന്നു. അയാൾ വളരെ പുരുഷമായി സംസാരിച്ചു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾക്ക് മനപ്രയാസമുണ്ടാക്കി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അയാളോട് വിട്ടേക്കുക, അവകാശികൾക്ക് സംസാരിക്കാൻ അധികാരമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, അയാൾ തൻ്റെ ഒട്ടകത്തിൻ്റെ തുല്യപ്രായമുള്ള ഒരൊട്ടകത്തെ അയാൾക്ക് നൽകുക. അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, അയാളുടെ ഒട്ടകത്തിനേക്കാൾ കൂടുതൽ പ്രായമായതിനെ മെച്ചപ്പെടുത്തുന്നതിനെ അല്ലാതെ ഞങ്ങൾ കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അത് കൊടുത്തേക്കൂ, നിങ്ങളിൽ ഉത്തമൻ നല്ല നിലയിൽ കടം വീട്ടുന്നവനാണ്. അബൂ റാഫി റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളിൽ നിന്ന് ഒരു ചെറിയ ഒട്ടകത്തിന് കടമായി വാങ്ങി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്ത് വകയിലുള്ള ഒട്ടകങ്ങൾ ലഭിച്ചപ്പോൾ അബൂ റാഫിയിനോട് അയാളുടെ ആ ചെറിയ ഒട്ടകത്തിൻ്റെ കടം വീട്ടാൻ കൽപ്പിച്ചു. അപ്പോൾ റാഫി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, അവയിൽ ഞാൻ 7 വയസ്സായ ഒട്ടകത്തെ അല്ലാതെ കാണുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അത് അവന് കൊടുക്കുക. നിശ്ചയം ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ അവരിൽ ഏറ്റവും നന്നായി കടം വീട്ടുന്നവനാണ്. മുസ്ലിം 1600 കാണാം. കടം വാങ്ങുന്നവൻ അത് എത്രയും വേഗം കൊടുത്തു വീട്ടേണ്ടതാണ്. കടം വീട്ടാത്ത അവസ്ഥയിൽ മരണപ്പെടുകയാണെങ്കിൽ അത് ആരെങ്കിലും കൊടുത്തു വീട്ടുന്നത് വരെ അവന് അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കടം വാങ്ങുമ്പോൾ കൊടുക്കണമെന്ന നിയത്തോടു കൂടി തന്നെ നമ്മൾ നല്ല നിയത്തോടു കൂടി നമ്മൾ കടം വാങ്ങുക. അതുപോലെ കടം വാങ്ങിയിട്ട് നമ്മൾ ഒളിച്ചു നിൽക്കാനും ഇല്ല എന്ന് കള്ളം പറയാനും, നമ്മളാവശ്യത്തിന് കടം വാങ്ങി അവരാവശ്യത്തിന് കൊടുക്കാതിരിക്കലും അത് വലിയൊരു വഞ്ചനയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മളിവിടെ ഇത്ര ഹദീസ് കേട്ടതിൽ നമ്മൾ ചിന്തിക്കാനുള്ള ഒരു വിഷയമാണ്, കടം വാങ്ങിയാൽ ഉടനെ തിരിച്ചു കൊടുക്കണം, പറഞ്ഞ ഡേറ്റിന് തിരിച്ചു കൊടുക്കണം. അതല്ലെങ്കിൽ അഥവാ നമ്മൾ ഏത് സാഹചര്യത്തിൽ എപ്പോഴാണ് മരിക്കുമെന്ന് നമുക്കറിയില്ല. കടം ബാക്കിയായി മരിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും നിസ്കരിച്ചിട്ടില്ല ആ മയ്യത്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വീട്ടാനും അതുപോലെ കടം വാങ്ങാതെ തന്നെ നല്ലൊരു നിലയിൽ ജീവിക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.